സുഹൃത്തുക്കളെ, നല്ല ഒരു അടിപൊളി പരിപാടിയാണ്. അപ്പൊ അടുത്ത് നമ്മുടെ ദിയാസന ഒരു ലൈവില് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, കേട്ടു നോക്കാം. കുട്ടിയുടെ അച്ഛൻ ആരാന്നറിയണോ? ഓ ഓ നോട്ട് റസൂൽ പൂക്കുട്ടി. സഹിച്ചു ചേച്ചി. എനിക്ക് അയ്യോ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഓണസ്റ്റ് ആയിട്ട് പറയാം. 1.5 വർഷത്തിന്റെ ഇടയിൽ എനിക്ക് തോന്നി ഏകദേശം ഒരു ഇവിടെ ഇരിക്കുന്ന കുറേ സപ്പോർട്ടേഴ്സ്, കുറച്ച് പൊതുബോധം ഒക്കെ തന്നെയാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത്. ഞാൻ ഫൈറ്റ് ചെയ്ത് വന്നത് എങ്ങനെയാണെന്നുള്ള കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു വിഷയം പബ്ലിഷ് ചെയ്തതിന്റെ പേരിൽ ഷഫീന ബീവി എന്ന് പറയുന്ന ചാനലിന് റസൂൽ പൂക്കുട്ടി കൊടുത്ത കൊട്ടേഷന്റെ ഭാഗമായിട്ട് എൻ്റെ പാസ്റ്റ് റിലേഷൻ, അതായത് എൻ്റെ ലൈഫിൽ നടന്ന ഒരു പാസ്റ്റ്, അതായത് എന്നെ വിവാഹം കഴിച്ച അയാളുടെ അമ്മയെയും സഹോദരിയെയും ഇതിനകത്ത് കൊണ്ടുവന്നു. ഒരു കണക്കിന് അതെനിക്ക് നല്ല സൗകര്യമായി. അതെന്താന്ന് അറിയാവോ? നിലവിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നെടുമങ്ങാട് കോടതിയിൽ. അപ്പോൾ അതിൻ്റെ ഒരു കുറേ കഥകൾ കഴിഞ്ഞു. ഏകദേശം 17 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് ഇപ്പോഴും നെടുമങ്ങാട് കോടതിയിൽ നടക്കുന്നു. ഒരു 5-6 വട്ടമായിട്ട് ഞങ്ങളുടെ കാല് പിടിച്ച് എങ്ങനെയെങ്കിലും കേസ് ക്ലോസ് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞ് വന്നിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാത്ത ഒരു ദിയാസന ഉണ്ടായിരുന്നു പാസ്റ്റിൽ. അതെനിക്ക് ഷജന എന്നുള്ള പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഗാർഹിക പീഡനവും എൻ്റെ 2ാമത്തെ കുഞ്ഞിനെ അടിവയർ നോക്കി ചവിട്ടി അബോഷനുമായ സാഹചര്യത്തിൽ നിന്നാണ് ദിയാസന ആ വീടും നാടും കുടുംബവും ഒക്കെ വിട്ടിട്ട് അവിടെ നിന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഈ ഇടത്ത് എത്തിയിരിക്കുന്ന എനിക്ക് ഇത്തരത്തിലുള്ള ഒരു സാധനങ്ങളും ഒന്നുമല്ല. പക്ഷെ സമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ റെസ്പോൺസിബിൾ പേഴ്സൺ ആയതിന്റെ പേരിൽ നിങ്ങളെ മുമ്പിലേക്ക് എനിക്ക് പല കാര്യങ്ങളും പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങളടുത്ത് കൂടുതൽ സംസാരിക്കണം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ആ വിഷയങ്ങളിൽ ഞാൻ റെസ്പോണ്ട് നൽകുന്നതായിരിക്കും നിങ്ങൾക്ക്. അജിത്ത് കുമാർ എന്ന് പറയുന്ന ഇയാൾ എൻ്റെ ഫേസ്ബുക്കിനകത്ത് ഓൾറെഡി വന്നിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ എന്നെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്, ടോർണിഷ് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പം അയാൾ എൻ്റെ ഇൻബോക്സിനകത്ത് ഇതിനകത്ത് വന്നിട്ടുണ്ട്, അതായത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിരുന്നു. അയാൾ ഇതേ ഒരേ കമൻറ്റ് പല ആവർത്തിയിട്ട് ഇടുന്നുണ്ട്. ഞാൻ വായിക്കാം. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയി എന്നെ സജന അപമാനിച്ചു, ഞാൻ MDMA അല്ല എന്ന് എനിക്കിട്ട് തെളിയിക്കണം, പോലീസ് സാർ എന്ന് തൂഫാൻ വെച്ച് സ്വന്തമായി പോകാൻ പറഞ്ഞ് ചെല്ല്, സൽപ്പേര് നേടിയെടുക്കേണ്ടത് സ്വയമല്ലേ എന്ന്. അതായത് ഇയാൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ചെന്നിട്ട് ഞാൻ MDMA അല്ല സാർ എന്നെ പരിശോധിക്കണം സാർ, എന്നിട്ട് എന്നെ ചെക്ക് ചെയ്ത് പബ്ലിഷ് ചെയ്യണം സാർ എന്ന് പറയണതല്ലേ എൻ്റെ ഹീറോയിസം എന്നാണ് ഒരു മുട്ടത്തലയും വെച്ചിട്ട് ഒരു നാറി വന്ന് ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഇത് എന്താണെന്നുള്ളത്, ടാർഗറ്റിംഗ് ആണെന്നുള്ളത്. താങ്ക് യു സോ മച്ച് നന്ദിനി, താങ്ക് യു കരിഷ്മ, താങ്ക് യു ഡിയർ, താങ്ക് യു മെഹക്, താങ്ക് യു സോ മച്ച്. എനിക്കറിയില്ല ഇങ്ങനൊരു കൂട്ടുകാരി എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് പറയാൻ എനിക്കറിയില്ല ബ്രദർ, എനിക്കറിയത്തില്ല. ഇത് കൂട്ടുകാരിൽ നിന്നും ഇതിനെ പറയാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാണോ എനിക്കറിയാം, ഞാൻ വളരെ വൃത്തികെട്ട കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ഈ സ്ത്രീ എപ്പോഴാണോ എനിക്കെതിരെ MDMA എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത്, അതിനുശേഷം ഞാൻ കുറെ ഇവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു. അതിന്റെ പ്രൂഫായിട്ട് 1-2 ഓഡിയോ റെക്കോർഡുകൾ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 1-2 ഓഡിയോ റെക്കോർഡുകൾ, അതായത് അത് മൊത്തം എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഫിറോസ് ഖാൻ ഏതെങ്കിലും റെക്കോർഡുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിലോ മറ്റോ അത് ഈ പറഞ്ഞ സജന നൂർ എല്ലാ ആളുകൾക്കും, സജന നൂർ ഏകദേശം ഒരു 12ഓളം ആളുകൾക്ക് റെഗുലർ ആയിട്ടിരുന്ന ഒരു പ്രശ്നം വരുന്ന സമയത്ത് അയാൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വോയിസ് റെക്കോർഡുകൾ അയക്കാറുണ്ട്. ഇന്ന് തന്നെ സജന നൂറിന്റെ സ്റ്റോറിയിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും സജന എല്ലാം ഡിലീറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, ഡിലീറ്റ് ചെയ്ത പോർഷനിൽ ഒരു സംഭവമാണ് ഞാൻ എടുത്തു, ചട്ടിയും കലവും ആകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും, അപ്പൊ അതൊക്കെ അങ്ങ് വിട്ട് കളയടി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഫോണിൽ പല രീതികളിലുള്ള അൺനോൺ കോൾസുകൾ ഇവൾ ചെയ്യിച്ചിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതിന്റെ ഫുൾ ഡീറ്റെയിലും വെച്ചിട്ട് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. ഇന്നത്തെ പരാതിയിൽ ആ ഡീറ്റെയിൽ ഒക്കെ വെച്ചിട്ടുണ്ട്. വാട്സപ്പിന്റെ ഒരു ഓപ്പൺ സ്പേസിനെ എടുത്തപ്പോഴത്തേക്കും അതിനകത്താണ് സജനയുടെ 2ാമത്തെ നമ്പർ. ഞാൻ കമ്മീഷണർ ഓഫീസിൽ ഇരിക്കുന്ന സമയത്താണ്, കമ്മീഷണർക്ക് അറിയാം ഞാൻ അത് എപ്പോഴാണ് അങ്ങനെ ഒരു കോൾ വരുന്നെന്നുള്ളത്. അതായത് സജനയുടെ ഒഫീഷ്യൽ നമ്പർ വേറെയും സജനയുടെ വാട്സപ്പിനകത്ത് കിടക്കുന്ന നമ്പർ വേറെയാണ്. അപ്പോൾ വാട്സപ്പിനകത്ത് കിടക്കുന്ന നമ്പറാണ് വാട്സപ്പിനകത്തൂടെ കയറാൻ പറ്റുന്നത്. കാരണം അത് മെയിൻ ഇതിനകത്ത് കിടക്കുന്നില്ല, എനിക്ക് വാട്സപ്പിൽ മാത്രമേ കയറാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ ഇവളെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നിട്ട് ഇന്നലെ സൺഡേ എൻ്റെ ഫോൺ അൺബ്ലോക്ക്ഡ് ആയിരിക്കുന്നുണ്ട്. കാരണം ഞാൻ റീസെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോണ്. പല നമ്പറുകളും ബ്ലോക്കും അൺബ്ലോക്കും എങ്ങനെ ആയിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. അൺബ്ലോക്ക്ഡ് സൺഡേ ആയിട്ടുണ്ട് എൻ്റെ ഫോണിൽ. അതിൻ്റെ പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്.
ഞാൻ ഇന്ന് അവരുടെ നമ്പർ വാട്സപ്പിൽ നിന്ന് എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ട് കമ്മീഷണറുടെ മുമ്പിൽ വെച്ചിട്ട് എഴുതാൻ വേണ്ടി പോകുമ്പോൾ വീഡിയോ കോൾ ഓപ്പൺ ആയി പോവുക, എൻ്റെ കൈ തട്ടിയിട്ട്. കാരണം ഞാൻ കുറച്ച് ഇമോഷണലി ആയിരുന്നു ആ സ്ഥലത്ത് ഇരുന്നത്. അപ്പം തന്നെ ഞാനത് കട്ട് ചെയ്തു. അപ്പോഴും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ട് 2:30 മണിയായപ്പോഴത്തേക്കും ഇവളുടെ ഒരു വീഡിയോ കോൾ തിരിച്ചു വരികയാണ്. അപ്പൊ പർപ്പസ്ഫുള്ളി അങ്ങനെ ഒരു കാര്യം ചെയ്തതല്ല. അവളാണ് വന്നിരുന്നിട്ട് മറ്റേ തട്ടിയും കലവും ആകുമ്പോൾ പൊട്ടിയും തട്ടിയൊക്കെ ഇരിക്കും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞത്. ഒരു വന്നിരുന്നിട്ട് ഇത്രയും പ്രശ്നം നടക്കുമ്പോൾ ഒരു വീഡിയോ കോൾ ചെയ്യാന്ന് പറയുന്നത് ഇനി അത് അവള് അതിനെ വലിയ രീതിയിൽ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ വേണമെന്നുണ്ടെങ്കിൽ അത് റസൽ പൂക്കുറ്റിയുടെ അവിഹിതം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചതാണ്. കാരണം എൻ്റെ കയ്യിൽ കുറച്ച് പ്രൂഫുകളുണ്ട്, അതാണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ അതും കൂടെ കിടക്കട്ടെ. അവളെടുത്ത് സ്റ്റോറി വെച്ചിരിക്കുന്നു എന്തെന്ന്, അത് എനിക്ക് വന്നതാണ് കോള്, ഞാൻ തിരിച്ചു വിളിച്ചത് എൻ്റെ കൈ തട്ടി അറിയാതെ പോയതാണ് കേട്ടോ, അപ്പം കോംപ്രമൈസ് ചെയ്ത് ഞാൻ വിളിച്ചേക്കണ്. തേങ്ങര അരി നീ ജന്മത്ത് നീ മുക്കിളിയിൽ തൂറൂല മോളെ, പുറകെ നടന്ന് തുരത്തി വരും ഞാൻ. അങ്ങനെ ജന്മത്ത് നീ മൂടിൽ ഒതുങ്ങിയിരിക്കൂല. നിന്റെ റസുൽ പൂക്കുട്ടിയും നീയും ചില്ലറ ഓട്ടോ എന്നല്ല ഓടാൻ പോകുന്നത്, അമ്മാതിരി ഓട്ടോ ഓടും. ഞാൻ പെണ്ണാണെന്നുണ്ടെങ്കിൽ ഓടും, ഇല്ലെന്നുണ്ടെങ്കിൽ നീ എന്നെ എന്തെങ്കിലും ചെയ്യണം. ഓക്കെ, നീ എന്തെങ്കിലും ചെയ്യുന്നത് വരെ ഞാൻ ഓടും നിന്റെ പുറകെ. ഞാൻ വെറുതെ ഒന്നും വിടത്തില്ല. ഒരാൾ ഇതാക്കണ്ട. സമൂഹം ഇരുന്നുകൊണ്ട് പറയണ എന്താണെന്നറിയാവോ, കുറെ കാട്ടപരാധികൾ വന്നിട്ട് കുറെ അപരാധം അങ്ങ് കാണിക്കുക. കുറെ കാട്ടപരാധികൾ, ഇവളമാരത് കാണാനാണ് ഇവിടത്തെ ഇവിടെ കാണണ്ടടേ. കാണാത്ത കുറെ കാട്ടപരാധന്മാരുണ്ടെന്നുണ്ടെങ്കിൽ അവന്മാര് കാണണ്ട, നിങ്ങൾ കാണരുത്. നിങ്ങൾ ആരും നിർബന്ധിപ്പിച്ച് കാണിപ്പിക്കുന്നില്ല. ഒരു മനുഷ്യൻ ഫേസ് ചെയ്തോണ്ടിരിക്കുക, ആ മനുഷ്യൻ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുക, റിയാക്ട് ചെയ്തോണ്ടിരിക്കുക. ആ മനുഷ്യന്റെ അവസ്ഥ കാണുമ്പോഴത്തേക്ക് കുറെ ഈ സ്ത്രീക്ക് മാനസിക പ്രശ്നം എന്തുകൊണ്ട്? ഈ സ്ത്രീയെ പിടിച്ചടക്കാൻ നോക്കി നിങ്ങൾ ആരെങ്കിലും ഒക്കെ അടക്കി തന്നു കഴിഞ്ഞാൽ എനിക്കൊരു റിലാക്സേഷനാ. ശരിക്കും ഇവരടങ്ങാത്തടത്തോളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ അടങ്ങിയാലും എനിക്ക് കുറെ അധികം പറയാനുണ്ട്. കാരണം എനിക്ക് MDMA എന്ന് പറയുന്ന ടൈറ്റിൽ സ്പോൺസർ ഉണ്ടാക്കി തന്ന ഈ സജിന എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അത് വേറെ കാര്യം. ഉള്ള സ്റ്റോറി കണ്ടാൽ അറിയാ ഫേക്കാണെന്ന്. ഓക്കെ, വിടലെ ആ കള്ളി വിടില്ല, ഒരിക്കലും വിടില്ല. ആ കള്ളിയുടെ അവസാനവും എന്റെ കയ്യിൽ കൊണ്ടാവത്തുള്ളൂ. മിക്കവാറും ആ കളി ചെയ്യുന്ന എല്ലാത്തിനും ഇനി ഞാൻ റെസ്പോൺസിബിൾ ആകേണ്ടി വരും. എനിക്കൊരു പ്രശ്നമൊന്നുമില്ല. ഈ ഷഫീന ബീവിയെ പോലെ, ഈ സജിന എന്ന് പറഞ്ഞ പോലുള്ള ഫ്രോഡുകൾ, സ്വന്തം മക്കളെ വരെ ബുള്ളി ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്ന നാളുകൾ, സ്വന്തം കുടുംബത്തിന് ഒരു ഉപയോഗം ഇല്ലാത്ത നാളുകൾ, എനിക്കൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്റെ ജീവിതം എനിക്ക് നോക്കണം. എനിക്ക് കഷ്ടപ്പെട്ടാൽ മാത്രമേ എന്റെ കുടുംബം നോക്കാൻ, എന്റെ മോനെ നോക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഞാൻ ഇവിടെ പോലെ പോയിട്ട് കുറെ കാട്ടവരാധം കാണിച്ച് കുറെ ആളുകളെ കൂടെ പോയി കുറെ ആളുകൾ പണം തട്ടിപ്പ് നടത്തി കുറെ ആളുകളെ പറ്റിച്ചും കുറെ ആളുകളെ വെട്ടിച്ചൊന്നും എന്റെ ജീവിതം എന്ന് പറയുന്നത്. ഇവിടെ റസൂൽ പൂക്കുറ്റി ഇരിക്കുമ്പോൾ അപ്പുറത്ത് 2-3 വെച്ചുകൊണ്ടിരുന്നത് തന്നെയാണ് അവളെ പരിപാടി. അവൾ എത്ര ലക്ഷം രൂപ ആരൊക്കെ കയ്യിൽ നിന്ന് എവിടെ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അതിന്റെ പ്രൂഫ് ഉൾപ്പെടെ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. സജിന ചേച്ചി കുറെ ഫേക്ക് കാശ് കൊടുത്ത് വീഡിയോ അടിയിൽ പൊക്കി ഉള്ള കമന്റ്സ് കാണാം. അതുകൊണ്ട് സജിന ചേച്ചി അല്ല, റസൂൽ പൂക്കുറ്റി. സജിന ചേച്ചിയുടെ റസൂൽ പൂക്കുറ്റി പറ്റിക്കാൻ കൊടുത്തത്. ഇപ്പോഴും റസൂൽ പൂക്കുറ്റിയുടെ വിചാരം വയറ്റി കിടക്കുന്നത് റസൂൽ പൂക്കുറ്റിയുടെ ആണെന്ന് പോലും അറിഞ്ഞൂടാ ശരിക്കും. എന്നിട്ട് റസൂൽ പൂക്കുറ്റി വരണ്ടിട്ട് നിൽക്കുക. കാരണം എന്താണെന്നറിയോ, റസൂൽ പൂക്കുറ്റി അങ്ങണം സജിനക്കെതിരെ ഏതെങ്കിലും രീതിയിൽ തിരിഞ്ഞെന്നങ്ങനെ കണ്ട പിന്നെ റസൂൽ പൂക്കുറ്റി പോയി ആത്മഹത്യ ചെയ്താൽ മതി. അതുകൊണ്ടിട്ട് റസൂൽ പൂക്കുറ്റി പേടിച്ച് മുള്ളി ഇങ്ങനെ ഇരിക്കും. റസൂൽ പൂക്കുറ്റി മുള്ളി ഇരിക്കുന്നതോറും റസൂൽ പൂക്കുറ്റിയുടെ ഭാര്യനെ റസൂൽ പൂക്കുറ്റി കൊന്നുകൊണ്ടിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളാരും അല്ല ഒന്നും ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ആ സ്ത്രീയുടെ അവസ്ഥ ആലോചിച്ചിട്ട് നമുക്ക് പ്രശ്നമുണ്ട്. എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ അടുത്ത് അവരുടെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറയാണ് അവര് വലിയ പ്രശ്നത്തിലാണെന്ന്. അവരുടെ അവസ്ഥ ഭയങ്കര ഡേഞ്ചറാണ് ദിയ. ഇവിടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ അവർക്ക് വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട്. അവരൊരു രീതിയിൽ അവർക്ക് മാനസികമായിട്ട് ഓക്കെ അല്ല അവര്. എനിക്ക് സങ്കടമുണ്ട് ഗൈസ്, എനിക്ക് വളരെ വലിയ സങ്കടമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ് ഷാദിത്ത, ഞങ്ങളെ കൊണ്ടൊന്നിനും പറ്റില്ല. ഈ സ്ത്രീ ഈ പുരുഷനും കാണിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികേട്ടിന് എനിക്ക് സംസാരിക്കാൻ നിവൃത്തിയില്ല. എന്റെ കാര്യമല്ലേ ഞാൻ ആദ്യം ക്ലിയർ ചെയ്യേണ്ടത്. ഞാനല്ലേ സമൂഹത്തിന്റെ മുമ്പിൽ അപമാനിക്കപ്പെട്ടത്. ഈ കണ്ട കാട്ടവരാധം മുഴുവനും കാണിച്ചുകൊണ്ടിരിക്കണ ഇവളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഞാനല്ലേ അപമാനിക്കപ്പെട്ടത്. എവിടെ റസൂൽ പൂക്കുട്ടിയും സജിന എവിടെ? ദിയാസനെ പൊക്കിക്കൊണ്ടുവരാൻ ആൾക്കാർ. ദിയാസനയ്ക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഞാൻ അംഗീകരിച്ചു. നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടിനൊക്കെ വളരെയധികം നന്ദി. എനിക്ക് പേഴ്സണലി തരുന്ന മെന്റൽ ഹെൽത്തിന് വളരെയധികം നന്ദി. എന്നെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് എൻ്റെ കൂടെ വന്ന് നിൽക്കുന്ന, എന്നെ കാണാൻ വരുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. ബട്ട് ഇതെല്ലാം അനുഭവിക്കുന്നത് ഞാൻ മാത്രമാണ്. ഇതെല്ലാം ഫേസ് ചെയ്യുന്നത് ഞാൻ മാത്രമാണ്. പക്ഷേ സജിന കളിച്ച ആള് തെറ്റിപ്പോയി. സജിന വിചാരിച്ചത് ഇപ്പൊ അങ്ങ് എന്നെ ഒതുക്കി പഞ്ചസാര മിഠായി ബിസിനസ് തുടങ്ങിയത് അതുകൊണ്ട് സജിന ചേച്ചിയല്ല, റസൂൽ പൂക്കുറ്റി. സജിന ചേച്ചിയുടെ റസൂൽ പൂക്കുറ്റി പറ്റിക്കാൻ കൊടുത്തത്. ഇപ്പോഴും റസൂൽ പൂക്കുറ്റിയുടെ വിചാരം വയറ്റി കിടക്കുന്നത് റസൂൽ പൂക്കുറ്റിയുടെ ആണെന്ന് പോലും അറിഞ്ഞൂടാ ശരിക്കും. എന്നിട്ട് റസൂൽ പൂക്കുറ്റി വരണ്ടിട്ട് നിൽക്കുക. കാരണം എന്താണെന്നറിയോ, റസൂൽ പൂക്കുറ്റി അങ്ങണം സജിനക്കെതിരെ ഏതെങ്കിലും രീതിയിൽ തിരിഞ്ഞെന്നങ്ങനെ കണ്ട
പിന്നെ റസൂൽ പൂക്കുട്ടി പോയി ആത്മഹത്യ ചെയ്താൽ മതി. അതുകൊണ്ടിട്ട് റസൂൽ പൂക്കുട്ടി പേടിച്ച് മുള്ളി ഇങ്ങനെ ഇരിക്കും. റസൂൽ പൂക്കുട്ടി മുള്ളി ഇരിക്കുന്നതോറും റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യനെ റസൂൽ പൂക്കുട്ടി കൊന്നുകൊണ്ടിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളാരും അല്ല ഒന്നും ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ആ സ്ത്രീയുടെ അവസ്ഥ ആലോചിച്ചിട്ട് നമുക്ക് പ്രശ്നമുണ്ട്. എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ അടുത്ത് അവരുടെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറയാണ് അവര് വലിയ പ്രശ്നത്തിലാണെന്ന്. അവരുടെ അവസ്ഥ ഭയങ്കര ഡേഞ്ചറാണ് ദിയ. ഇവിടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ അവർക്ക് വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട്. അവരൊരു രീതിയിൽ അവർക്ക് മാനസികമായിട്ട് ഓക്കെ അല്ല അവര്. എനിക്ക് സങ്കടമുണ്ട് ഗൈസ്, എനിക്ക് വളരെ വലിയ സങ്കടമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ് ഷാദിത്ത, ഞങ്ങളെ കൊണ്ടൊന്നിനും പറ്റില്ല. ഈ സ്ത്രീ ഈ പുരുഷനും